Yes, next is tribes in India. നമ്മുടെ ഇന്ത്യയിലെ ആദിവാസികളിൽ ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. Then according to our article 342, scheduled tribes. This is one of the main category. അതായത് നമ്മുടെ ആർട്ടിക്കിളിലെ 342 പുറത്തിൽ പറയുന്നതാണ് പട്ടികവർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇവരെ നമ്മൾ പല രീതിയിലാണ് നമ്മൾ പറയുന്നത്. ആദിവാസികൾ, അതുപോലെ തന്നെ ഗിരിവർഗ്ഗങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾ, പ്രകൃതിദത്ത സാഹചര്യങ്ങളുമായിട്ട് ജീവിക്കുന്നവർ എന്നിങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്നതാണ് നമ്മുടെ ട്രൈബൽസ് എന്ന് പറയുന്നത്. Then they follow traditional values and traditional customs. പരമ്പരാഗത മൂല്യങ്ങളും പരമ്പരാഗത ആചാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് ആരെയും ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. ദെൻ ഒരു വ്യക്തമായിട്ട് ഭൂപ്രദേശത്ത് താമസിക്കുകയും അതുപോലെ തന്നെ പൊതുഭാഷ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രൈബൽസ് എന്ന് വിളിക്കുക. കുറെ ഡെഫിനേഷൻസ് പലരും പറയുന്നുണ്ട്. അതായത് DN മജുംദാർ, LP വിദ്യാർത്ഥി, PG കൃഷ്ണൻ തുടങ്ങിയിട്ട് കുറെ സോഷ്യോളജിസ്റ്റുകൾ ഈ ട്രൈബൽസിന് വ്യത്യസ്തമായിട്ടുള്ള നിർവചനങ്ങൾ പറയുന്നുണ്ട്. Then according to DN മജുംദാർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നു, പൊതുവായിട്ടൊരു ഭാഷ സംസാരിക്കുന്നവരും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് താമസിക്കുന്നവരും തൊഴിൽ, വിവാഹം എന്നിവയിൽ നിയന്ത്രണ കർശനങ്ങൾ പാലിക്കുന്നവരുമായിട്ടുള്ള ഒരു പൊതുസമൂഹത്തിന് എന്ത് വിളിക്കുക? ട്രൈബൽസ് എന്ന് വിളിക്കുന്നത്. അതാണ് DN മജുംദാർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ്. ഇതിനടുത്തത് LP വിദ്യാർത്ഥിയാണ്. LP വിദ്യാർത്ഥി എന്ന് പറയുന്ന വേറൊരു സോഷ്യോളജിസ്റ്റ് പറയുന്നു, പരസ്പരം സ്വന്തമായിട്ട് ഭൂപ്രദേശത്ത് താമസിക്കുന്ന പൊതുവായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു കുടുംബത്തെയാണ് എന്ത് വിളിക്കുന്നത്? ആദിവാസികൾ എന്ന് വിളിക്കുന്നത്. ദെൻ PG കൃഷ്ണൻ എന്ന് പറയുന്ന വേറെ സോഷ്യോളജിസ്റ്റ്. ഇദ്ദേഹം പറയുന്നത് ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരും പൊതുവായിട്ട് ഭാഷ സംസാരിക്കുന്നവരും വ്യക്തമായിട്ടുള്ള ഭരണക്രമമുള്ളവരും തനതായ സംസ്കാരമുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടത്തെ എന്ത് വിളിക്കുന്നത്? ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ നമ്മൾ ട്രൈബൽസ് എന്ന് പൊതുവെ വിളിക്കുന്നു എന്നുള്ളതാണ് PG കൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെ അഭിപ്രായം. ഇനി നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ട്രൈബൽസിനെ നമുക്ക് ഇത്രയും തരംതിരിക്കാം: ഒറിജിനൽ സെറ്റിലേഴ്സ്, ഹിൽ ഡ്വെല്ലേഴ്സ്, ഫോറസ്റ്റ് കാസ്റ്റ്മെൻ, പ്രിമിറ്റീവ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ദീസ് ആർ ദ മെയിൻ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ട്രൈബൽസിന്റെ വിശാലമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ആദിവാസി സമൂഹങ്ങളെ ഒറിജിനൽ സെറ്റിലേഴ്സ് എന്ന് പറയും. ദെൻ ഗിരിജനങ്ങൾ, ഹിൽ ഡ്വെല്ലേഴ്സ് എന്ന് പറയും. ദെൻ വന്യജാതികൾ, ഫോറസ്റ്റ് കാസ്റ്റ്. ആദിമജാതി, പ്രിമിറ്റീവ് കാസ്റ്റ്. ദെൻ അനുസൂചിത ജനജാതി എന്ന് പറയും, ഷെഡ്യൂൾഡ് ട്രൈബ്. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ആൻഡ് ദീസ് ആർ ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രൈബൽസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. നെക്സ്റ്റ്ലി ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽസ്. ഈ ട്രൈബൽസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ. ഭൂമിശാസ്ത്രപരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന അവസ്ഥയാണ് ആർക്കുള്ളത്? ഈ ട്രൈബൽസിൽ. മെയിൻലി their habitants, അവരുടെ പ്രധാനപ്പെട്ട ഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയാസ് അല്ലെ കേവ്സ്, അങ്ങനെയുള്ള അതുപോലെ ഡെൻസ് ഫോറസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ. Then backwardness. In all respects they are backwards. For example, politically, economically, educational, cultural, etc. എല്ലാ മേഖലയിലും എന്താണ്? പിന്നോക്കം നിൽക്കുന്നവരാണ്. And they follow different culture, different language. അല്ലെ, അതായത് വ്യത്യസ്ത സംസ്കാരം, വ്യത്യസ്ത ഭാഷയായിട്ട് സംസാരിക്കുന്നവർ ട്രൈബൽസ്. Then shyness of contact. അതായത് നമ്മുടെ സമൂഹത്തിലെ മുഖ്യധാരയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിൽ ഇവർക്ക് മടിയാണ് ഈ ട്രൈബൽസ്. ഷൈനസ് ഓഫ് കോണ്ടാക്ട്. Then definite territory. പ്രത്യേകമായിട്ട് ഭൂപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. Then they follow special or particular language. പ്രത്യേകമായിട്ട് ഭാഷ ഇവർ ഫോളോ ചെയ്യുന്നു. Then blood relations are very strong. അതായത് രക്തബന്ധം വളരെ സ്ട്രോങ് ആണ് ട്രൈബൽസിന്റെ. And they follow endogamous marriage, means an individual selects his life partner from within the group. That is called endogamy. അപസ്വഗണം എന്ന് പറയും. And they severely criticize exogamy. എക്സോഗമിയെ ഇവരെന്ത് ചെയ്യുന്നു? പ്രതികൂലിക്കുന്നു. അതായത് ഒരു ജാതിയിൽപ്പെട്ട ഒരു ട്രൈബൽസ് വേറെ ട്രൈബൽസിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ്. അത് എക്സോഗമിയാണ്. അത് ഇവര് ഫോളോ ചെയ്യുന്നില്ല. ഇത് നെക്സ്റ്റ് വൺ, ഹണ്ടിങ്. ഇവിടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ വേട്ടയാടലൊക്കെയാണ്, ഹണ്ടിങ് ആണ്. ദെൻ അനിമിസം. അനിമിസം എന്ന് പറയുന്ന വിശ്വാസം ഇവർക്ക് വെച്ച് പുലർത്തുന്നു. അതായത് പിന്നെ സചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് മൃഗമായിരിക്കും, മരമായിരിക്കും, കല്ല്, സൂര്യൻ, ചന്ദ്രൻ, പുഴകൾ, മലകൾ, ഇവയൊക്കെ ഒരു ആരാധിക്കും ഈ ട്രൈബൽസ്. അതുപോലെ ഡാൻസ്, അതായത് മദ്യപാനം, ഡാൻസ്.
ഇതിലൊക്കെ വളരെയധികം അവർക്ക് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ട്രൈബൽസിന്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്.